Hello students, welcome to Franklin's Lectures, India's #1 engineering education platform. എൻ്റെ പേര് ഫഹീം അഹമ്മദ്, I'm a subject matter expert at Franklin's Lectures. And നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KEAM 2026ന്റെ ഭാഗമായിട്ടുള്ള PYQ ഡിസ്കഷൻ സീരീസിലെ മാത്തമാറ്റിക്സിലെ നമ്മുടെ വെക്ടേഴ്സ് എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? So first question, let A and B be two unit vectors. Let theta be the angle between A and B. If theta is not equal to 0 or pi, then modulus of A minus A dot B into B whole square എന്നുള്ളത് എന്തായിരുന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? cos square theta, sin square theta, tan square theta, 1 and 2 cos square theta. അപ്പൊ നമ്മളോട് പറഞ്ഞത് എയും ബിയും രണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ അതിന് ഉദ്ദേശിക്കുന്നത് അതിന്റെ മോഡുലസ് ഈക്വൽ ടു 1 ആണല്ലേ, അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ അതിന്റെ മോഡുലസ് വാല്യൂ മോഡുലസ് ഓഫ് എ ആൻഡ് മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു 1 ആണ്. ദെൻ നമ്മളോട് ചോദിച്ചത് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ 0 ഓർ പൈ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ എന്താണ്? അതെന്താണ്? മോഡുലസ് ഓഫ് എ മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു ബി ദ ഹോൾ സ്ക്വയർ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്ക് എന്താ നിൽക്കുന്നത്? ഗിവൺ മോഡുലസ് ഓഫ് എ ആൻഡ് ബി ആർ ടു യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1, അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ബി ഇസ് ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ആ എക്സ്പ്രഷൻ നേരെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ദാറ്റ് ഈസ് എന്താണ്? മോഡുലസ് ഓഫ് എ മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു ബി ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് നോക്കേണ്ടത് അല്ലെ. ഫസ്റ്റ് നമ്മൾ എന്താണ് എ ഡോട്ട് ബിന്റെ എന്റെ ബിന്റെ ഇടയിലെ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എ ഡോട്ട് ബി എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡ് എ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എ മൈനസ് എന്താണ്? മോഡ് എ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും ഇൻറ്റു ബി. ശരിയല്ലേ? മോഡ് സ്ക്വയർ. ഇനിയോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ മൈനസ് ഇവിടെ എന്താ? മോഡുലസ് ഓഫ് എ 1 ആണ്, മോഡുലസ് ഓഫ് ബിയോ 1 ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ എന്ത് വരും? കോസ് തീറ്റ ബി ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? അപ്പൊ എ മൈനസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് കോസ് തീറ്റ ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി നമുക്ക് എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമുല യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് എ സ്ക്വയർ അതിന്റെ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. സോ നമ്മൾ ആ ഐഡന്റിറ്റി യൂസ് ചെയ്യാം. So that is equal to എന്ത് വരിക? ഫസ്റ്റ് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആകുമ്പോൾ എ സ്ക്വയർ മോഡുലസ് ഓഫ് എ സ്ക്വയർ പ്ലസ് അല്ലെ മൈനസ് 2 ഇൻറ്റു എന്തായിരിക്കും? 2 ഇൻറ്റു മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? മോഡുലസ് ഓഫ് എ മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. കാരണം എ ഉണ്ട് ബി ഉണ്ട് കോസ് തീറ്റ ഉണ്ട്. അപ്പൊ 2ab അറിയുമ്പോൾ 2a ബി കോസ് തീറ്റ എന്നുള്ളതാണ് ബി ടേം ശരിക്കും അല്ലേ, സെക്കൻഡ് ടേം. അപ്പൊ 2ab കോസ് തീറ്റ പ്ലസ് എന്ത് വരും? പ്ലസ് എന്തായിരിക്കും? കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു മോഡ് സ്ക്വയർ ബി എന്ന് വരും. ശരിയല്ലേ? സോ മോഡ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1 ആണ്. മോഡുലസ് ഓഫ് എ സ്ക്വയർ ആകുമ്പോൾ അതും 1 ആയിരിക്കും. മൈനസ് 2ab എ അതെന്താണ്? ഇൻറ്റു 1 കോസ് തീറ്റ എന്ന് വരും പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു 1 എന്ന് വരും. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 കോസ് തീറ്റ അല്ലെ, 1 മൈനസ് 2 കോസ് തീറ്റ പ്ലസ് 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ശരിയല്ലേ? 2 കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ 2a ഡോട്ട് ബി എ ബി കോസ് തീറ്റ. സോ ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് മോഡൽ എടുക്കേണ്ടത് അല്ലെ. ഇത് എ ഡോട്ട് ബി ആണ്. ഓക്കെ, എ ഡോട്ട് ബി ആകുമ്പോൾ നമുക്ക് അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? അവിടെ ഇവിടെ 1 എന്ന്, അത് ഓക്കെയാണ്. പിന്നെ 2a ഡോട്ട് ബി പറയുമ്പോൾ 2ab കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ബി സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 1 ആയി. ആൻഡ് കോസ് സ്ക്വയർ തീറ്റന്റെ ടേം എന്താണ്? മോഡുലസ് ഓഫ് ബി സ്ക്വയറും 1 ആയി. സോ ദിസ് വിൽ ബിക്കം മൈനസ് 2 ഇൻറ്റു എന്താണ്? 1 ഇൻറ്റു 1 കോസ് സ്ക്വയർ തീറ്റ എന്ത് വരും? കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും പ്ലസ് എന്താണ്? കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ
1 minus 2 cos square theta plus cos square theta എന്ന് വരും. That is 1 minus 2 cos square theta plus cos square theta എന്തായിരിക്കും? 1 minus cos square theta എന്ന് വരും, which is equal to എന്താണ്? 1 minus cos square theta sin square theta എന്നാണ് അല്ലേ? കാരണം sin square theta plus cos square theta 1 ആണ്, അതിന്റെ സ്ക്വയർ റിലേഷൻസ് അതാണ്. സോ അപ്പോൾ നമുക്ക് 1 എന്താണ്? sin square theta is equal to 1 minus cos square theta എന്ന് കിട്ടും. So sin square theta will be the answer and option B is the correct answer. sin square theta. Clear അല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞത് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ പറഞ്ഞാൽ എയും ബിയും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ അതിന്റെ മോഡുലസ് രണ്ടും 1 ആയിരിക്കും. ആ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ എ ഡോട്ട് ബി എക്സ്പാൻഡ് ചെയ്തു. ദാറ്റ് ഈസ് എ മോഡുലസ് ഓഫ് എ മോഡ് എ മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ. മോഡ് എ മോഡ് ബി 1 ആണ്. സോ എ മൈനസ് കോസ് തീറ്റ ബി എന്നാവും, അത് ഹോൾ സ്ക്വയർ ആവും. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി തീറ്റ ആണ്. സോ എ സ്ക്വയർ പ്ലസ് ഇൻറ്റു 2ab കോസ് തീറ്റ 2ab കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബി സ്ക്വയർ തീറ്റ ആണ്. മോഡ് ബി സ്ക്വയർ എന്നാണ്. സോ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ 1 ആണ്, അതാണ് എടുത്തു. അപ്പൊ ഇവിടെ കോസ് സ്ക്വയർ തീറ്റ ഉണ്ടാവും. ഇവിടെ പിന്നെ എന്താണ് ഈ എ ഡോട്ട് ബിനെ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാണ് ഇൻ ടേംസ് ഓഫ് എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മോഡ് എ മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. ഈ മോഡ് എ മോഡ് ബി 1 ആണ്. അപ്പോൾ 1 minus 2 into cos square theta plus cos square theta വരും. That is 1 minus cos square theta which is equal to sin square theta എന്ന് വരും. Clear അല്ലേ? So next question, let AB is equal to I cap plus 2j cap minus 2k cap and AC is equal to I cap minus j cap plus k cap. Then the area of triangle ABC എന്താണെന്ന് ചോദിക്കുന്നത്. Options are 3√2, 3/2, 2√3, 3/√2 and 1/√2 എന്നാണ്. ഓക്കെ, സോ നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എന്താണ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി എന്നാണ് അല്ലെ? ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് ഏതൊക്കെയാണ് സൈഡ്സ് നിൽക്കുന്നത് അതനുസരിച്ച്. അപ്പം എ ബി ക്രോസ് എ സി ആണ് എന്ത്? അതിന്റെ മോഡുലസിന്റെ ഹാഫ് ആണ് എന്ത്? നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന എ ബി എ സി എന്താണ് നമുക്ക് നോക്കാം. വി ഹാവ് എ ബി is equal to vector AB is equal to I cap plus 2j cap minus 2k cap എന്നും അതേപോലെ എ സി എന്ന് പറയുന്നത് I cap minus j cap plus k cap എന്നായിരിക്കും. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് is equal to the half into modulus of AB vector AB cross vector AC എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് എ ബി ക്രോസ് എ സി എന്താണ് കണ്ടുപിടിക്കുക? ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് എ ബി ആൻഡ് എ സി എന്താണ് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം മോഡുലസും ഹാഫ് നോക്കാം. നോക്കി ബാക്കി ഇവാലുവേറ്റ് ചെയ്യാം. സോ അങ്ങനെ ആവുമ്പോ ഫസ്റ്റ് നമുക്ക് എ ബി ക്രോസ് എ സി ആണ് വേണ്ടത് അല്ലെ? എ ബി ക്രോസ് എ സി ആണ് വേണ്ടത്. സോ എ ബി ക്രോസ് എ സി നമുക്ക് എങ്ങനെ അറിയാം? കാരണം ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കുക അല്ലെ? ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കുക. ഫസ്റ്റത്തെ എന്താണ് ഐ കമ്പോണൻസ് ഏതൊക്കെയാണ്? 1ഉം 1ഉം അല്ലെ? 1 ആണ്. ദെൻ ജെ കമ്പോണൻസ് ജെന്റെ കമ്പോണൻസ് ജെ ക്യാപിന്റെ കമ്പോണൻസ് 2ഉം -1ഉം ആയിരിക്കും. ദെൻ കെ ക്യാപിന്റെ കമ്പോണൻസ് ഓഫ് -2ഉം 1ഉം. ശരിയല്ലേ? -2ഉം 1ഉം. ഇനി എന്താ ഇത് ഡിറ്റർമൈൻ ചെയ്യുക. അത് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ക്യാപ് ഇൻറ്റു നമുക്കറിയാം ഐ ക്യാപ് എടുക്കുമ്പോൾ ഇതും ക്യാൻസൽ ആവും. പിന്നെ ഈ കമ്പോണന്റ് മൈനസ് ഈ കമ്പോണന്റ് ആണ്. സോ 2 into 1 2 -2 into -1 -2 എന്ന് വരില്ലേ? -2 into -1 1 ആണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ മൈനസ് സൈൻ ആണ് കൊടുക്കുക. അപ്പൊ 2 - 2 എന്ന് വരും. മൈനസ് ജെ ക്യാപ്. ജെ ക്യാപ്പിന്റെ അവിടെ നമ്മൾ ഇവിടെ മൈനസ് ആണ് എടുക്കുക. ഓക്കെ, അപ്പം ഇതിനെ 1 into 1 1 minus -2 -1 plus 1 minus -2 എന്ന് വരും. സോ 1 minus -2 എന്ന് വരും. പ്ലസ് കെ ക്യാപ് ഇൻറ്റു എന്തായിരിക്കും? ഇതും ക്യാൻസൽ ആവും. ബാക്കി ഇതാണുള്ളത്. ഇതിന്റെ ഡിറ്റർമിനന്റ് നോക്കുന്നത് 1 minus -1 -1. So 1 into -1 -1 minus 2 into 1 2. Okay, so that will be equal to 2 minus 2 0 ആണ്. 0 ഐ ക്യാപിന്റെ കമ്പോണന്റ് വേണ്ട. സോ ബാക്കിയുള്ളതോ 1 മൈനസ് ഓഫ് -2 അല്ല 3 ആണല്ലേ? -3 ആണല്ലേ? സോറി 3 ആണ്. ആൻഡ് മൈനസ് ജെ ക്യാപ് ആണുള്ളത്. സോ -3 ജെ ക്യാപ് എന്ന് വരും. ഇവിടെയോ 1 - 2 -1 -2 ആണ് -3 ആണ്. സോ -3 കെ ക്യാപ്. അപ്പം എ ബി ക്രോസ് എ സി നമുക്ക് -3 ജെ ക്യാപ് പ്ലസ് -3 കെ ക്യാപ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ്
മൈനസ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും 9 പ്ലസ് 9 ഇസ് ഈക്വൽ ടു എന്താ 2 റൂട്ട് അല്ലെങ്കിൽ ഈക്വൽ ടു 18 എന്ന് വരും. 18 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, നമുക്കറിയാം 9 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9ന്റെ റൂട്ട് 3 ആണ്. സോ 3 റൂട്ട് 2 എന്ന് വരും. സോ മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി ഇസ് ഈക്വൽ ടു 3 റൂട്ട് 2 എന്ന് വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ഹെൻസ് വി കൻ സേ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് is equal to എന്താണ് ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി എന്നാണ്, which is equal to എ ബി ക്രോസ് എ സി. മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി നമുക്ക് എത്ര കിട്ടിയത്, റൂട്ട് 3 2 റൂട്ട് 3 ആണല്ലേ, 2 റൂട്ട് 3 സോറി 3 റൂട്ട് 2 അല്ലേ, 3 റൂട്ട് 2 അല്ലേ കിട്ടിയത്, അതെ 3 റൂട്ട് 2 which is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 3 റൂട്ട് 2. ഇനി ഞാൻ 2നെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2ന്റെ ടേംസിൽ എഴുതിയാലോ, ഒരു റൂട്ട് മേലെയും താഴെയും പോവും. സോ ദി ആൻസർ വിൽ ബി 3/√2. ആൻസർ നിങ്ങൾക്ക് കിട്ടുക 3/√2 എന്നാണ്, വിച്ച് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് 3/√2. ക്ലിയർ അല്ലേ? അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ക്രോസ് പ്രോഡക്റ്റ് മോഡുലസ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ ബി ക്രോസ് എ സി ആണ്. ഓക്കെ, next question, the volume of the parallelepiped whose coterminus are given by the vectors I cap minus j cap plus k cap, 3 I cap plus j cap minus k cap and 5 I cap plus 2 j cap minus 7 k cap is, അത് ക്യൂബിക് യൂണിറ്റ്സിലാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്, 15 20 16 18 22. അപ്പൊ നമ്മുടെ വോളിയം ഓഫ് ദി പാരലോപിപ്പിൾ ആണ് ചോദിച്ചത്. അപ്പൊ വോളിയം ഓഫ് ദി പാരലോപിപ്പിൾ എന്താണ്, വോളിയം of the parallelepiped എന്ന് പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഡോട്ട് സി എന്നാണ്. മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഡോട്ട് സി എന്നാണ്. ഓക്കെ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഡോട്ട് സി. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് എ ക്രോസ് ബി കണ്ടെടുക്കുക, എന്നിട്ട് എ ക്രോസ് ബി ഡോട്ട് സി കണ്ടെടുക്കുക, എന്നിട്ട് നമുക്ക് മോഡുലസ് കണ്ടെടുക്കാം. സോ ഫസ്റ്റ് നമുക്ക് എന്താണ്, അപ്പൊ എയും ബി സി എന്താണ്, എയും ബി സി ആ ഓർഡറിൽ നിന്ന് എടുക്കുക. എ എന്തായിരിക്കും, ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് എന്ന് വരും. ഓക്കെ, എ എന്നുള്ളത് here a is equal to here a is equal to vector a is equal to I cap minus j cap plus k cap. പിന്നെ b ഉള്ളതാ, b is equal to എന്താണ് 3 I cap plus j cap minus k cap എന്ന് വരും. and vector c is equal to എന്താണ് 5 I cap plus 2 j cap minus 7 k cap എന്ന് വരും. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഫസ്റ്റ് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. എ ക്രോസ് ബി ആയിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂറ്റ് ചെയ്യാൻ ചെയ്യുക. ഡിറ്റർമിനന്റ് പറയുമ്പോൾ ഫസ്റ്റ് ഐ ക്യാപ്പിന്റെ കമ്പോണൻസ് 3ഉം 5ഉം, ദെൻ ജെ ക്യാപ്പിന്റെ കമ്പോണൻസ് 1ഉം 2ഉം, 3ഉം 5ഉം സോറി 3ഉം 5 അല്ല, എയും ബി ആണല്ലോ വേണ്ടത്, സിയും ബിയും സി അല്ല. സോ എയും ബി ആണ് 1ഉം 3 1 3, ജെ ക്യാപ്പിന്റെ കമ്പോണൻസ് -1 1, ദെൻ കെ ക്യാപ്പിന്റെ കമ്പോണൻസ് ഓഫ് -1 -1 അല്ലേ, 1 -1 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക, ഐ ക്യാപ്പിന്റെ ആകുമ്പോൾ ഇത് രണ്ടും ഇതാക്കുക, എന്നിട്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. ഇത് ഡിറ്റർമിനന്റ് ആണ് ഇത് മൈനസ് ഇത്. ഓക്കെ, സോ -1 × 1 1 -1 എന്ന് വരും. പ്ലസ് എന്താണ്, പ്ലസ് അല്ല മൈനസ് ജെ ക്യാപ്പ് അല്ലെ, നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കും. മൈനസ് ജെ ക്യാപ്പ് എന്താണ് 1 - -1 പറഞ്ഞാൽ 1 × -1 പറഞ്ഞാൽ -1 -1 × 3 പറഞ്ഞാൽ -3 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പ് ആകുമ്പോൾ 1 × 1 -1 -1 1 × 1 പറഞ്ഞാൽ 1 -1 × 3 ആണ്. അപ്പൊ മൈനസ് ഇങ്ങനെ വരും. ശരിയല്ലേ? സോ ഇവിടെ അഗെയിൻ നമുക്ക് ഐ ക്യാപ്പ് 0 ആയി കിട്ടില്ല, ഐ ക്യാപ്പിന്റെ കമ്പോണന്റ് 0 ആയി കിട്ടി. ദെൻ -1 -3 -4 ആണ്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ 4 ജെ ക്യാപ്പ് എന്ന് വരും അല്ലെ.
4j cap എന്ന് വരും. ഇവിടെ 1 - -3 4 ആണ്. അപ്പൊ 4k cap എന്ന് വരും. ശരിയല്ലേ? 4k cap എന്ന് വരും. ഇനി എന്താണ്? ഇനി നമ്മൾ ഇതിനെ എന്താണ് C ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നിങ്ങൾ ഏത് ഓർഡറിൽ എടുത്താലും, നിങ്ങൾക്ക് വേണമെങ്കിൽ A ഡോട്ട് B ക്രോസ് C എടുത്താലും എന്താണ് B ഡോട്ട് A ക്രോസ് C എടുത്താലും അങ്ങനെ ഏത് ഓർഡറിൽ എടുത്താലും എന്താണ് ആൻസർ ചേഞ്ച് ആവില്ല. ഓക്കെ, അത് എന്താക്കണ്ട, ആൻസർ ചേഞ്ച് ആവില്ല. ഓക്കെ, സോ നിങ്ങൾ ഏത് ഓർഡർ എടുത്താലും ആൻസർ ചേഞ്ച് ആവില്ല. അപ്പൊ നിങ്ങൾ എയും ബിയും സിയും ഇതിൽ എങ്ങനെ എടുത്താലും നമുക്ക് എന്താണ് സെയിം ആൻസർ ആണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ കൺഫ്യൂഷൻ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് then A cross B dot C എന്ന് പറയുന്നത് സോ A cross B എന്താണ്? A cross B നമുക്ക് കിട്ടിയ 4j cap plus 4k cap എന്നാണ്. ഡോട്ട് C എന്താണ്? നമുക്ക് 5i plus 2j minus 7k എന്നാണ്. ശരിയല്ലേ? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ആഡ് ചെയ്യുക അല്ലേ? സോ ഐ ക്യാപ്പിന്റെ എന്ത് വരും? 0 × 5 എന്ന് വരും. പ്ലസ് സെക്കൻഡ് എത്തതോ 4 × 2 അല്ലെ? 4 × 2 എന്ന് വരും. പ്ലസ് 4 × എന്തൊരു -7 എന്ന് വരും. ശരിയല്ലേ? 4 × -7 എന്ന് വരും. സോ ഇത് എന്തായിട്ടും 0 പ്ലസ് 4 × 2 8 8 minus 28 എന്ന് വരും, which is equal to -20. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഹെൻസ് വോളിയം ഓഫ് പാരലലോപിഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും? മോഡുലസ് ഓഫ് A cross B dot C എന്നായിരിക്കും, which is equal to എന്താണ്? മോഡുലസ് ഓഫ് -20, which is equal to 20 cubic units. Okay, 20 cubic units ആയിരിക്കും ആൻസർ. And option is option B. Option is B, 20 cubic units. ക്ലിയർ അല്ലേ? അപ്പം വോളിയം ഓഫ് പാരലലോപിഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് A cross B dot C എന്നാണ്. അത് നിങ്ങൾ ഏത് എന്താണ് ഓർഡറിൽ എടുത്താലും അതിന് ചേഞ്ച് വരില്ല. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് A is equal to 2i cap plus 3j cap minus 4k cap, B is equal to i cap plus j cap minus k cap, and C is equal to minus i cap plus 2j cap plus 3k cap. പിന്നെ D is equal to i cap plus j cap plus k cap ആണ്. അങ്ങനെയാണെങ്കിൽ A cross B dot C cross D ആണ് കണ്ടുപിടിക്കുക. സോ നമുക്ക് എന്താണ് എയും ബിയും സിയും ഡിയും തന്നിട്ടുണ്ട്. അപ്പം A cross B ആദ്യം കണ്ടുപിടിക്കുക, C cross D കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. സോ given വെക്ടർ A എന്ന് പറയുന്നത് 2i cap plus 3j cap minus 4k cap എന്നാണ്. ആൻഡ് വെക്ടർ B വെക്ടർ B is equal to i cap plus j cap minus k cap എന്നാണ്. സോ A cross B എന്ന് പറയുന്നതോ A cross B എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്. I 2 1 എന്നുള്ള ഫസ്റ്റ് കോളം, then j capന്റെ j cap 3 1 എന്നുള്ള സെക്കൻഡ് കോളം, then k capന്റെ -4 -1 എന്നുള്ള തേർഡ് കോളം. ശരിയല്ലേ? സോ അങ്ങനെയാണ് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഐ ക്യാപ്പ് ഇൻറ്റു എന്തായിരിക്കും? ഐ ക്യാപ്പിൻ്റെ ആവുമ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവും. ദെൻ 3 × -1 എന്ന് പറഞ്ഞാൽ -3 മൈനസ് എന്താണ് 1 × -4 -4 അല്ലെ? -4 പ്ലസ് അല്ല മൈനസ് ജെ ക്യാപ്പിൻ്റെതോ ഇതും ക്യാൻസൽ ആവും. ബാക്കി 2 × -1 2 × -1 -2 minus 1 × -4 that is -4 plus k cap into എന്ത് വരും? k cap into k cap ആവുമ്പോൾ ഇതും ക്യാൻസൽ ആവും. ഇവിടെ നോക്കണ്ടത് 2 - 3 എന്ന് വരും അല്ലെ? 2 × -1 3 × 1 so 2 - 3. So first എന്താ വരിക? So that gives വെക്ടർ A cross വെക്ടർ B എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ -3 മൈനസ് ഓഫ് -4 ആകുമ്പോൾ -3 + 4 1 എന്ന് വരും അല്ലെ? അപ്പോൾ k cap എന്ന് വരും, സോറി ഐ ക്യാപ്പ് എന്ന് വരും. നോക്കട്ടെ, -2 +
4 എന്ന് വരും അല്ലേ, -2 + 4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ -2 + 4 2. അപ്പോൾ -2 j cap എന്ന് വരും, 2 j cap എന്ന് വരും. ആൻഡ് 2 - 3 -1 ആണ്, അപ്പോൾ -k cap. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ഓൾസോ നമുക്ക് പറയാൻ പറ്റും, ഓൾസോ എന്താണ് സി എത്ര നിൽക്കുന്നത്, വെക്ടർ സി is equal to എത്രയാണ് നമുക്ക് വേണ്ടത്? I -i + 2j cap + 3k cap ആണ്. -i cap + 2j cap + 3k cap എന്നാണ്. and d is equal to നമുക്ക് i cap + j cap + k cap എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് c cross t? c cross t പറയുമ്പോൾ i capന് -1 1 j cap 2 1 and k cap 3 1. so that is equal to എന്ത് വരും? i cap into എന്തായിരിക്കും 2 - 3 minus j cap into എന്താണ് -1 -3 plus k cap into എന്ത് വരും? -1 -2 എന്ന് വരും, ശരിയല്ലേ? so that is equal to എന്താണ് 2 - 3 ആണല്ലോ, 2 - 3 വരുമ്പോൾ -i cap പിന്നെ -3 -1 -3 -4 -4 into -j cap ആണ്, അപ്പോൾ +4j cap എന്ന് വരും. ലാസ്റ്റ് -1 -2 -3 ആണ്, സോ -3k cap. ഓക്കെ, അപ്പൊ നമുക്ക് a cross b യും c cross t യും കിട്ടി. then നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? now a cross b dot c cross t. ഓക്കെ, ഇപ്പം a cross b ഒരു വെക്ടർ ആണ്, c cross b ഒരു വെക്ടർ ആണ്. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും സ്കെയിലർ നമ്പർ ആണ് കിട്ടുക, ശരിയല്ലേ? സ്കെയിലർ ആണ് കിട്ടുക, സ്കെയിലർ ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ സ്കെയിലർ ആണ് കിട്ടുക. ഓക്കെ, സോ a cross b നമുക്ക് എത്ര കിട്ടിയത്? എത്രയാണ്? i - 2j - k cap എന്നാണ്. ഡോട്ട് എന്താണ് -i + 4j - 3k cap എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 1 into -1 plus -2 into 4 plus -1 into -3 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 - 8 plus 3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3 കിട്ടുക. -8 + 3 -5 ആണ്, -1 - 5 -6. ഓക്കെ, -6 ആയിരിക്കും ആൻസർ. സോ ദി ഓപ്ഷൻ ഇസ് എന്താണ്? ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് -6. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ a cross b b cross c കിട്ടുമ്പോൾ അത് രണ്ടും വെക്ടർ ഇട്ടും വെക്ടറും ഡോട്ട് പ്രോഡക്റ്റ് ഇട്ട് നമുക്ക് സ്കെയിലർ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇതാക്കേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if a and b are two unit vectors and if pi/4 is the angle between a and b, then a plus a dot b into b minus dot a minus a dot b into b എന്താണെന്നാണ് ചോദിച്ചത്. സോ നമ്മളോട് പറഞ്ഞത് എന്താണ്? a and b are unit vectors ആണ്. സോ a given modulus of a is equal to 1 ആണ്, അതേപോലെ modulus of b എന്നുള്ളതും 1 ആണ്. ഓക്കെ, നമുക്ക് തീറ്റ തന്നിരിക്കുന്നത് pi/4 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ a dot b എന്താ വരിക? a dot b എന്നുള്ളത് എന്ത് വരും? mod a into mod b cos theta എന്ന് വരും. mod a എന്താണ്? 1 ആണ്, 1 into cos pi/4 എന്ന് വരും. cos theta എന്ന് വരും. cos theta pi/4 ആണ്. cos pi/4 cos pi/4 എത്രയാണ്? 1/√2 എന്നാണ് അല്ലേ? 1/√2. അപ്പൊ a dot b ന്റെ എന്താണ് വാല്യൂ? 1/√2 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്താണ് ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം. ആ എക്സ്പ്രഷൻ എന്താണ്? a plus a dot b into b dot a minus a dot b into b എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവരും? a plus a dot b എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞത്? a dot b √2 ആണ്. സോ b/√2 എന്ന് എഴുതി കൂടെ. സിമിലർലി ഇവിടെ എന്ത് വരും? a minus b/√2. ഇതെന്ത് ഫോമാണ്? ഇതെന്താ ഫോം? a plus b into a minus b ഫോം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? a² minus b² എന്നാണ്. സോ ഇവിടെ എന്താ വരിക? ഇറ്റ് വുഡ് ബി എന്താണ്? mod a² minus എന്താണ്? mod b/2 the whole square. So that is equal to mod a² 1 ആണ്,
മോഡ് ബി ബൈ ടു മോഡ് ബി സ്ക്വയർ 1 ആണ് 1/2 എന്ന് വരും അല്ലെ 1/2 1 മൈനസ് 1/2 എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു 1/2 അതാണ് നമുക്ക് ആൻസർ കിട്ടുക വിച്ച് ഈസ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ 1/2 അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് എയും ബിയും വെക്ടേഴ്സ് ആണ് നിൽക്കുന്നത് സോ എയും മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും 1 ആണ് ദെൻ π/4 ആണ് അവിടുത്തെ ആംഗിൾ അപ്പൊ നമുക്ക് എ ഡോട്ട് ബി അതിനെ കണ്ടിട്ട് എ ഡോട്ട് ബി നമുക്ക് 1/√2 കിട്ടി ഇനി അത് കിട്ടിയപ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് ആ എക്സ്പ്രഷൻ ഇതാക്കിയാൽ തന്നെ എന്താണ് എ പ്ലസ് ബി എ മൈനസ് ബി ഫോമിൽ എത്തും ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കാരണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എത്തിയാൽ നമുക്ക് മോഡുലസ് വാല്യൂ കിട്ടും മോഡുലസ് ഓഫ് എ സ്ക്വയറും മോഡുലസ് ഓഫ് ബി സ്ക്വയർ എന്നാണ് 1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 എന്ന് പറയും ക്ലിയർ അല്ലേ സോ next question, if A and B are two non-zero vectors and if modulus of A cross B is equal to modulus of A dot B, then the angle between A and B ആണ് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും എന്താ പറയുക കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷേ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ് എന്താണ് ക്വസ്റ്റ്യൻ ആണ് സോ മോഡുലസ് ഓഫ് എയും മോഡുലസ് ഓഫ് ബിയും ആണ് ഉള്ളത് സോ നമുക്ക് തന്നിരിക്കുന്നത് മോഡുലസ് ഓഫ് എ ക്രോസ് ബി is equal to modulus of A dot B. Two non-zero vectors എന്നാണ് പറയുന്നത് സോ ഇവിടെ എ ക്രോസ് ബി ഈക്വൽ ടു എ ഡോട്ട് ബി എന്നതാണ് എ ക്രോസ് ബി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എ ക്രോസ് ബി ഈക്വൽ നമുക്കറിയാം മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും ശരിയല്ലേ ഇതേപോലെ തന്നെ എ ഡോട്ട് ബിയോ ഇവിടെ എ ബി സൈൻ തീറ്റ അല്ലെ അതാണ് എന്ത് ക്രോസ് പ്രൊഡക്റ്റിന്റെ ഇത് ഫോർമുല ഇൻ ടേംസ് ഓഫ് തീറ്റ ഓക്കെ ആൻഡ് ഡോട്ട് പ്രൊഡക്റ്റ് ദ മോഡ് എ ഇൻറ്റു മോഡ് ബി കോസ് തീറ്റ എന്നാണ് ശരിയല്ലേ സോ ഇതും ക്യാൻസൽ ആക്കാം അപ്പൊ എന്ത് വരും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു 1 എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 ടാൻ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും therefore തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് π/4 ശരിയല്ലേ ടാൻ തീറ്റ 1 വരുന്ന എന്താണ് ആംഗിൾ എന്ന് പറയുന്നത് π/4 ആണ് that is 45 degree so the correct option will be B π/4 option B correct അല്ലേ അപ്പൊ എന്താണ് A dot B എന്ന് പറയുന്നത് cos theta ന്റെ ആംഗിൾ ബേസ് ചെയ്താൽ എങ്ങനെയാണ് മോഡ് A into മോഡ് B cos theta ആണ് അതിലൂടെ A cross B into മോഡ് A into മോഡ് B into sin theta എന്നാണ് സോ ഓക്കെ അങ്ങനെയാണ് കണ്ടുപിടിക്കുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് ആൽഫ I cap plus beta J cap and അതാണ് എ എന്ന് പറയുന്നത് and B is equal to alpha I cap minus beta J cap are perpendicular where alpha not equal to beta okay then alpha plus beta എന്താണ് ചോദിച്ചത് സോ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് A is equal to വെക്ടർ A ആണ് നമ്മളുടെ ആൽഫ I cap plus ബീറ്റ J cap അതേപോലെ വെക്ടർ B ആണ് നമ്മളുടെ ആൽഫ I cap മൈനസ് ബീറ്റ J cap എന്നുള്ളത് ശരിയല്ലേ ഇനി നമ്മളോട് പറഞ്ഞത് എ പെർപെൻഡിക്കുലർ ബി ആണ് ഓക്കെ അപ്പൊ രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും എ ഡോട്ട് ബി അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും പാരലൽ ആണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും സോ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് അപ്പൊ എന്താ വരിക ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ആൽഫ I cap പ്ലസ് ബീറ്റ J cap ഡോട്ട് എന്താണ് ആൽഫ I cap മൈനസ് ബീറ്റ J cap എന്ന് വരും അപ്പൊ ആൽഫ A plus B into A minus B ഫോമിൽ അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും which is equal to 0 so alpha square plus beta square is equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും that gives alpha square is equal to beta square അപ്പൊ നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ആൽഫ is equal to plus or minus ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് ആൽഫ is equal to plus or minus ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി പോസിബിൾ അല്ല നടക്കുന്നത് ആസ് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ദാറ്റ് ഗിവ്സ് എന്താണ് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ എന്നായിരിക്കും therefore എന്ത് വരും ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു എന്ന് വരിക ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരിക ശരിയല്ല അപ്പൊ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ് is equal to 0 എന്ന് വരും which is option E okay അപ്പൊ അങ്ങനത്തെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടീം 2026ന്റെ ഭാഗമായിട്ടുള്ള PYQ ഡിസ്കഷൻ സീരീസിലെ മാത്തമാറ്റിക്സ് എന്നിലെ എന്താണ് നമ്മുടെ വെക്ടേഴ്സ് എന്ന ചാപ്റ്റർ ആണ് സോ വെക്ടേഴ്സിൽ നിങ്ങൾ മോഡുലസിന്റെ ഇതും അതേപോലെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഡോട്ട് പ്രൊഡക്റ്റിന്റെ കോമൺ ഇത് അതേപോലെ ക്രോസ് പ്രൊഡക്റ്റ് അങ്ങനത്തെ ബേസിക് സാധനങ്ങൾ പഠിച്ചതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ അത് ഇതാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം എന്താണ് നമ്മൾ ബേസിക് എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക അപ്പം അത് ഇതാക്കുമ്പോൾ തന്നെ നമുക്ക്
എങ്ങനെയാണ് എന്താണ് ആ ഒരു വാല്യൂ കിട്ടുന്നതോ അതേപോലെ ഡിനോമിനേറ്റർ എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുന്നതോ അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്നും നിങ്ങൾക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ തന്നെ ഇതിന്റെ ആൻസറും കിട്ടാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾ എക്സാം നല്ല വൃത്തിയാക്കിയിട്ട് എഴുതുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ ഫ്രം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്.